ഹലോ ഫാമിലി, സാറയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഊട്ടിക്കൊരു ട്രിപ്പ് പോയായിരുന്നു കേട്ടോ. അത് പലർക്കും അറിയാം, ഇൻസ്റ്റയിലുള്ളവർക്ക്. പിന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വെക്കേഷൻ ടൈമിൽ റോണപ്പൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം, എനിക്കും ഒരു റിലാക്സേഷൻ വേണം എന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരെയും എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞത് ഊട്ടിക്ക് കടക്കാൻ പറ്റത്തില്ല, കൊടൈക്കനാൽ പോകാൻ പറ്റത്തില്ല, മൈസൂർ പോകാൻ പറ്റത്തില്ല, എവിടെയും റൂംസ് ഇല്ല എന്ന് വേണ്ട എല്ലാ രീതിയിലും നിരുത്സാഹമായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു. റൈഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു പ്രിസർവ് ബെത്ലഹേം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമുക്ക് റൂം വേണമല്ലോ, അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2 ദിവസമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. 26-ാം തീയതി പോയി, 27-ാം തീയതി അവിടെ സ്റ്റേ ചെയ്ത്, 28-ാം തീയതി ഇങ്ങ് പോരാം. 26-ഉം 27-ഉം നമുക്ക് സ്റ്റേ ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ആകെ 4 റൂമുള്ളൊരു വീടെന്ന് വേണമെങ്കിൽ പറയാം. 4 റൂം ഫുള്ളായിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയിൽ എടുത്ത് നിങ്ങൾ കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. കാരണം ഇതെല്ലാവരും കാണണം എന്നില്ല, എല്ലാവരും ഊട്ടിയുടെ വ്ളോഗൊക്കെ ചെയ്തവരുണ്ടാവും. ഇപ്പൊ ഞാൻ എത്രത്തോളം ഇതിൽ പകർത്തിയാലും നിങ്ങൾക്ക് അതൊക്കെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നവർക്കല്ലേ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ വീട് എനിക്ക് മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം, ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കൂടി ഒരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സിംഗിൾ മറ്റേ ബെഡൊക്കെ ഉണ്ടല്ലോ, അവിടെ എക്സ്ട്രാ ബെഡൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും ഓക്കെയാണ്. കാരണം 27-ാം തീയതി കറങ്ങാൻ പോയി രാത്രി കിടക്കാനല്ലേ. പിന്നെ 26-ാം തീയതി 2 റൂം തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടി യാത്ര റിസ്ക് എടുത്ത്, കാരണം എല്ലാവരും ഈ പാസിന്റെ കാര്യം പറയുന്നു, ബ്ലോക്കാണ്, കടക്കാൻ പറ്റില്ല എന്ന് കരുതി എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ 26-ാം തീയതി അവിടുത്തെ ഞങ്ങൾ താമസിച്ച സ്ഥലത്തെ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ വെളുപ്പിന് ഇറങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങി. ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയോടുകൂടി ഊട്ടിയിലെത്തിയിട്ടോ. സുഖമായിട്ടെത്തി, വളരെ സുഖമായിട്ട് എത്തി. എനിക്ക് വെളുപ്പാങ്കാലത്തുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ റോണപ്പിന് വണ്ടി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ധൈര്യക്കേടാ, ഞാൻ കണ്ണു തുറന്നിരിക്കുമ്പോൾ കൊടുക്കുള്ളൂ. പക്ഷെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പക്ഷെ റോൺ നല്ല അടിപൊളിയായിട്ട്, എൻ്റെ ദൈവമേ ദൃഷ്ടി ഇട്ടാതെ പോട്ടെ, അവൻ അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചിട്ടോ. ഞങ്ങൾ ഊട്ടിയിലേക്ക് കയറുന്ന ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പാസിന്റെ ഒരു 3 വണ്ടി ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 3 വണ്ടി ക്യൂ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ പാസ് വേണം, മേളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കളക്ടറമ്മ ബ്ലോക്ക് ചെയ്യും, ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഈ പാസെങ്കിൽ ഈ പാസ് എന്ത് തേങ്ങയാണോ അവർ പറഞ്ഞ രീതിയിൽ എടുക്കാൻ നോക്കി, എല്ലാത്തിലും എറർ. അപ്പൊ ലാസ്റ്റ് ചോദിച്ചു നിങ്ങൾ എന്തു നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. എൻ്റെ ഈ ഒരു ഓച്ചപ്പാട് അറിയാലോ. അങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു നിങ്ങൾ മേളിൽ ചെല്ലുന്ന തടയുകയാണെങ്കിൽ എറർ കാണിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഉള്ള കാര്യം പറയാലോ, ഒരു മനുഷ്യൻ ഈ പാസ് ചോദിച്ചിട്ടില്ല. നമ്മൾ കയറുന്നതിന് മുമ്പ് കുറെ ഹെയർ പിന്നുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്നതിനെയാണടാ ഈ ഹെയർ പിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് കയറുന്നതിന് മുമ്പാണ് ഈ ഒരു 3-4 പേര് ID കാർഡ് വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. 3-4 വണ്ടി ആകെ തടഞ്ഞു നിർത്തിയിട്ടും ഉള്ളൂ. അപ്പൊ മേളിൽ കയറിയപ്പോൾ ഒരാൾ ഈ പാസിന്റെ കാര്യം ചോദിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഒരു ബ്ലോക്കും വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ പോകുന്നതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്നതെന്ന് അറിയാം, ആദ്യത്തെ കാഴ്ച, അതായത് ഊട്ടിയിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണിത്. ഇതിന്റെ പേര് ഊരൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഹോ വാവ് എന്ന് പറയുന്നത്. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ പിള്ളേര് ബാക്കിലിരിക്കുന്ന 2 പേരും ഡൽഹി, ഉത്തർപ്രദേശ് അവിടെ നിന്നുള്ളതാണ്. ടൊറോണിന്റെ കൂട്ടുകാരാണ്. അവർ മിക്കവാറും വെക്കേഷൻ ഇവിടെ തന്നെയാണ്. കാരണം അവർക്ക് ഡൽഹിക്കൊക്കെ പോകുന്നെങ്കിൽ മിനിമം ഒരു 5-6 ദിവസമെങ്കിലും വേണം. പിന്നെ 10 ദിവസത്തെ വെക്കേഷൻ അതുങ്ങൾ എന്ത് ചെയ്യാനാ. അപ്പൊ ഞങ്ങൾ അടുത്ത വർഷം 3 മാസത്തെ വെക്കേഷൻ ഉണ്ടാവുമല്ലോ, 2 മാസമൊക്കെ ഉള്ളു ഇപ്പൊ വെക്കേഷൻ. അപ്പോൾ നമ്മള് ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, അങ്ങനെ കുറേ ഹിന്ദിക്കാര് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് റോണപ്പിന്. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അത് എത്രത്തോളം വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റും, നിങ്ങളൊക്കെ കാണുമെന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് വ്ളോഗ് എടുക്കുന്നവരൊന്നുമല്ലല്ലോ. അപ്പോൾ ഊട്ടി യാത്ര തുടരുമ്പോൾ ഒരുപാട്, ഈ ഊട്ടിയിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വട്ടം ഊട്ടി പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നേച്ചറാണ് കൂടുതലുള്ളത്. അല്ലാതെ ഈ ബോട്ടിങ്, ഈ പറഞ്ഞ പോലെ എന്താണ് ഗാർഡൻ, എനിക്ക് തോന്നണ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം കേട്ടോ, ബോട്ടിംഗ് ഒക്കെ നമുക്ക് എറണാകുളത്തൊക്കെ ഒരുപാടുണ്ട്. ഭയങ്കര വാവ് എന്ന് പറയാവുന്ന ഒരു സംഭവമൊന്നും അല്ല ബോട്ടിംഗ് ഒന്നും. പക്ഷെ ഗാർഡനിങ് ഒക്കെ കാണാനുണ്ട് കേട്ടോ. കാണാനുണ്ടെന്ന് പറഞ്ഞാൽ കാണാനുണ്ട്. പിന്നെ പോണ വഴിക്കുള്ള വൈബ് അതൊരു രക്ഷയില്ല. സ്വർഗം എന്ന് പറയുന്നത് ഊട്ടിയാണോ എന്ന് കരുതിപ്പോവും. ഓരോ നാട് കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതാണെന്നുള്ളത്. ഞങ്ങൾ ലാസ്റ്റ്
കൂനൂർ തന്നെയല്ലേ പറയുന്നത്? ഓക്കെ, കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ സ്വർഗം. സ്വർഗം എന്ന് തന്നെ പറയണം കേട്ടോ. ഈ ഒരു കോട്ടേജ് എന്നാണ് ഇതിനെയൊക്കെ പറയണേ, അല്ലെങ്കിൽ റിസോർട്ട് എന്നാണോ എന്നും എനിക്കറിയില്ല. എനിക്കിതൊരു വീടായിട്ടാണ് തോന്നിയത്. 2 നിലയിലായിട്ട് 4 റൂമുള്ളൂ കേട്ടോ ഇവിടെ. 4 റൂമും പിന്നെ ബുക്സ് ഒക്കെ വായിക്കുന്നവർക്ക് ബുക്ക് സ്റ്റോൾ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡൈനിങ്ങും കിച്ചണും. അവിടെ ഒരു നേപ്പാളീസ്, ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞും ഉണ്ട് കേട്ടോ. അവരാണ് നമുക്ക് ഫുഡ്, ഇപ്പം നമ്മൾ ഫുഡ് പറയാം, ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കൂടെ ഉണ്ട്. ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ ഡിന്നറിനും ലഞ്ചിനും ഫുഡ് അവർ റെഡിയാക്കും. ഞങ്ങൾ ലഞ്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലഞ്ചല്ലടാ, ഡിന്നർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ 26-ാം തീയതി വന്നത് ഉച്ചയ്ക്ക്, നട്ടുച്ചയ്ക്കാണ് ശരിക്കും പറഞ്ഞ നല്ല വൈബ് കിട്ടിയത്. ഈ സമയം എന്ന് പറയുന്നത് ഞങ്ങൾ വന്നൊന്ന് ഫ്രഷായി പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നുള്ള പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് കോട മുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി തണുപ്പ്. 1 മണി 1:30 മണിക്കൊക്കെയാണ് കേട്ടോ ഈ വൈബ്. ഞങ്ങൾക്ക് ആകെ ഒരു ദിവസമേ ഇത് കിട്ടിയുള്ളൂ, ഉച്ചയ്ക്കാണ് ഇത് കിട്ടിയത് കേട്ടോ. അപ്പൊ അവിടുത്തെ ആൾക്കാര് ഒരു ഗുണം എന്ന് പറഞ്ഞത്, കുറച്ച് ഏരിയ ഉള്ളെങ്കിലും അവർ ആ ഭാഗത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൃഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിന്റെ സ്ട്രക്ചർ കളയാതെ ഈ കുന്നൊക്കെ നിരപ്പാക്കിയല്ല അവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഭംഗി കാണാൻ തന്നെയുണ്ട്. നമ്മുടെ ഉള്ളി, സവാള, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ് എന്ന് വേണ്ട സകല സാധനങ്ങളുണ്ട്. തേയിലത്തോട്ടം കാണാൻ പോയി കഴിഞ്ഞ ഒരു അന്തവും കുന്തവുമില്ല മക്കളെ. പക്ഷെ ഉച്ചയ്ക്കുള്ള ഈ വൈബ്, ഇത് ഞാൻ എന്താ പറയുക, എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ വന്ന വഴിക്കുള്ള ഒരുപാട് ഊട്ടിയുടെ കാഴ്ചകൾ ഉണ്ടായിരുന്നു. എത്രയെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഫോണിൽ കാണുമ്പോഴെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ വോയിസ് ചെയ്യുന്ന ഫോണിലല്ലേ, ഫോണിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയണില്ല. ഞാനപ്പോൾ അത് TV-യിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ TV-യിൽ കാണാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ TV-യിലേക്ക് കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. പറ്റുവാണെങ്കിൽ എന്നെങ്കിലും ഇന്ന് ഊട്ടി നാളെ ചട്ടി എന്ന വൈബിൽ ഇരിക്കുന്ന സമയത്ത് ഒന്ന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, എനിക്കൊന്ന് 2 ദിവസത്തെ ട്രിപ്പിനൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ നേച്ചർ, ഈ ഡ്രൈവിങ് ആസ്വദിക്കാനായിട്ട് ഒന്ന് പോകുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പൊ പലരും ചുമ്മാ കേട്ടറിവ് വെച്ചിട്ടോ, അയ്യോ ഊട്ടിയിലോട്ട് പോകലേട്ടോ, അവിടെ ഈ പാസ് ഉണ്ട് കേട്ടോ, അവിടെ ഇതുണ്ട് കേട്ടോ, അവിടെ ബ്ലോക്ക് ആണ് കേട്ടോ. ഞാനുള്ള കാര്യം പറയാലോ, നമ്മളിപ്പോ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് പ്രതീക്ഷിക്കുന്ന കുറച്ച് തിരക്കുകളുണ്ട്. എന്നാൽ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ കൊച്ചിൻ കാർണിവലുള്ള പോലത്തെ തിക്കും തിരക്കൊന്നുമില്ല. നമ്മുടെ നാട്ടില് പള്ളിപ്പെരുന്നാളിൽ അത്രയും പോലും തിക്കില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കാവുന്ന ഒരു തിരക്കൊക്കെ ഉള്ളൂ കേട്ടോ വെക്കേഷൻ. ഞാൻ അന്വേഷിച്ചവരെല്ലാവരും കാല് കുത്താൻ പറ്റില്ല, അതാണ് ഇതാണ്, എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് അറിയില്ല. കേട്ടറി വെച്ചിട്ട് വെറുതെ മുടക്കണം എന്തിനാന്ന് ആലോചിച്ചു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓരോ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ഒരു എക്സ്പെൻസ് ഞാൻ ഏകദേശം ഷെയർ ചെയ്ത് പോവാം. അത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ചുകൂടിയൊക്കെ ഇപ്പൊ റൂമിനൊക്കെ ഞാൻ അത്യാവശ്യം നല്ലൊരു റൂം വേണം, നല്ലൊരു ഇത് വേണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ എക്സ്പെൻസ് ഒക്കെയും പറഞ്ഞു പോകട്ടോ. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഒന്നും കിട്ടിയതായി എന്നുള്ള രീതിയിൽ ഏതോ ഒരു ഹോട്ടലുടെ, ഇതിന്റെ പേര് ഊരൊന്നും നോക്കിയില്ല. അവിടെ ഫുഡ് ഉണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു ഓടിച്ചാടി അതിലേക്ക് കയറി. കിട്ടിയത് ബിരിയാണിയാണ്. കാരണം നമുക്ക് വിശപ്പാവുമ്പോ എന്തെങ്കിലും കഴിക്കണം എന്നല്ലേ. അപ്പൊ ഉച്ചയ്ക്ക് ഞങ്ങള് അവിടെ കയറി എന്താ പറയാ ബിരിയാണി കഴിച്ചു. നല്ല ചൂടോടുകൂടിയാണ് തന്നത്. നല്ല ഹെവി തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറി, നല്ല ഹെവി തണുപ്പുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും എന്തെന്നാ പറയാ, നമ്മുടെ സച്ചുവിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ ക്യാമറയും കാര്യങ്ങളൊക്കെ. അപ്പൊ അവൻ അവിടെ നിന്ന് ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ കുറെ ഫോട്ടോസൊക്കെ എടുത്തതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അല്ലാതെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇത്രയും ഫോട്ടോസിന്റെ ആവശ്യമില്ലെന്ന് അറിയാലോ. പിന്നെ ഞങ്ങൾ രാത്രി ഇച്ചിരി നേരത്തെ കയറി കേട്ടോ. ഞങ്ങൾ കോട്ടേജിൽ കയറി, കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവിടെ. അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലത്തെ വൈബ് ഒന്ന് കണ്ടു നോക്കട്ടോ. ഇതാട്ടോ നമ്മൾ താമസിച്ചിരിക്കുന്ന പ്ലേസ്. ഇത് ഇവിടുത്തെ ഇപ്പോൾ രാവിലത്തെ നേച്ചറാണ്. നല്ല വ്യൂ ആട്ടാ.
ഇവിടെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് പഴയ രീതിയിലുള്ള കർത്താവെ ഞാനിത് വീട് പണിയണതിന് മുമ്പ് കണ്ടെങ്കിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടോ. നമുക്ക് എന്താ പറയാ പഴയ രീതിയിലുള്ള ഇപ്പൊ കീബോർഡൊക്കെ കണ്ടപ്പോഴേക്കും അന്നാമ്മ ജസ്റ്റ് ഒന്ന് വായിക്കാൻ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ചാൽ പഴയ ടൈപ്പ് ഒരു വീടാണിത്. നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പണിത ആളുടെ തലച്ചോറൊന്ന് സമ്മതിക്കണം. സ്റ്റെയർ കേസിന്റെ ഒക്കെ അവിടെ നിന്നുണ്ടല്ലോ അങ്ങോട്ട് ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങിച്ചതൊക്കെയാണ്. ഇവിടെ സാധാരണ പേപ്പറിന്റെ ഒക്കെ ഇതിൽ അതങ്ങോട്ട് ഫ്രെയിം ചെയ്ത് വെച്ചപ്പോഴേക്കും ലുക്ക് മാറി. ഈ വലിയ ഗ്ലാസ്സും മേളില് 2 റൂമുണ്ട്. അതിന് എല്ലാത്തിനും ഈ പറഞ്ഞ ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണിയിൽ പുറത്തേക്ക് പോകാൻ നമ്മുടെ താഴെയുള്ള റൂമിനാണെങ്കിലും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ കറങ്ങിയതിനേക്കാൾ ഇഷ്ടമായത് ഇവരുടെ ഇതിന്റെ അകത്താണ് കേട്ടോ. രാവിലെ വൈബൊന്ന് വേറെ ആയിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ വരെ ഭയങ്കര കോടയൊക്കെ പ്രതീക്ഷ എണീറ്റു. ഒരു കുന്തും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എണീറ്റപ്പോൾ ഇത്തിരി വൈകിയായിരുന്നു. അവിടെ പൂരിയും പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയില്ലേ ഇതിന്റെ മസാല, ആ കറി ഉണ്ടായിരുന്നു. പിന്നെ ജാമും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ആ പൂരിയും കറിയും കഴിച്ചു. അന്നാമ്മ പൂരിയുടെ മേളിൽ ജാമൊക്കെ തേച്ച് കഴിക്കണ്ടായിരുന്നു. പിന്നെ അവന്മാരൊക്കെ എണീറ്റ്, ഞാൻ ആദ്യം എണീറ്റായിരുന്നു. കാരണം ഞാൻ 2 ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോട്ടോഷൂട്ട് എന്നൊക്കെ വെറുതെ പറയണ കേട്ടോ, ഫോട്ടോ എടുക്കാനടാ. എൻ്റെ ബർത്ത്ഡേ ആണ് ജനുവരിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ നമ്മൾ ഈ ഫോട്ടോഷൂട്ടൊന്നും എടുത്തിട്ടില്ലല്ലോടാ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കുറെ പേരൊക്കെ വിളിക്കട്ടോ, അഹങ്കാരമായിട്ട് പറയണല്ലോട്ടോ. കുറെ പേര് എന്നെ വിളിക്കുന്നുണ്ട്. തള്ള വൈബാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് പേര് എന്നെ ഫോട്ടോഷൂട്ടിന് വിളിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു ദുരുദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചു ഉണ്ടല്ലോ, സച്ചിനെ കൊണ്ട് എടുപ്പിക്കാം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു കേട്ടോ. നടന്നോ? പിന്നെന്താ പറയുക, എല്ലാവരും പറഞ്ഞു മറ്റേ ടോയ് ട്രെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വേദന റെയിൽവേ സ്റ്റേഷനിൽ ഓടി പാഞ്ഞെത്തിയട്ടോ. ടോയ് ട്രെയിൻ എന്താണെന്ന് അറിയണമല്ലോ. എൻ്റെ പൊന്ന് ഗൈസ്, ഈ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്, ഈ ട്രെയിൻ വിളിച്ച് നമ്മൾ കൂനൂർ എന്ന് 15 കിലോമീറ്റർ അപ്പുറത്തേക്ക്, നമ്മൾ സാധാരണ ട്രെയിനാണ്, ഇച്ചിരി ക്യൂട്ടാണ് കാണാനായിട്ട്. അവിടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ പോകണം. അവിടെ നിന്ന് റിട്ടേൺ എപ്പാ കേട്ടോന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുത്തില്ല. നേരെ ബോട്ട് ഹൗസിലോട്ട് പോയി. ബോട്ടിംഗ് ആണല്ലോ മിക്കവാറും സിനിമയിലൊക്കെ. ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ബോട്ടിംഗ് ആണ് കാണുന്നത്. ബോട്ടിങ്ങിന്റെ അവിടെ ഒരു മിനിമം തിരക്കുണ്ടായിരുന്നു. മിനിമം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ചെല്ലുമ്പോൾ ഓടി അങ്ങ് ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കിട്ടണമെന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ആ വെള്ളം കണ്ടപ്പോൾ തന്നെ ഇവന്മാരാരും, ഞാൻ ഒട്ടും ചവിട്ടത്തില്ല. മറ്റേ പെഡൽ ബോട്ട് എന്നൊക്കെ അല്ലേ പറയുന്നത്, ചവിട്ടി പോണത്, അതെടുത്തില്ലായിരുന്നു. മോട്ടോർ ബോട്ട് എടുത്തത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ എറണാകുളത്തിനേക്കാളും ബോട്ടിങ്ങിന് ഈ മോട്ടോർ ബോട്ടിന് ലാഭമായിട്ട് തോന്നി കേട്ടോ. 800 രൂപയായിരുന്നു ഞങ്ങൾ 6 സീറ്റിന്റെ ബോട്ടിങ്ങിന് കിട്ടിയത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ലാഭമായിട്ട് തോന്നി. ഒരു 2-3 റൗണ്ട് ആ വലിയ തടാകത്തിൽ കൂടെയൊക്കെ നടന്നിട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പ്രൈസ് പറഞ്ഞു പോണെന്താണെന്നറിയോ, നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ എത്ര രൂപയൊക്കെ ആയെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ കോട്ടേജ് എടുത്തത് അത്യാവശ്യം, ഞാൻ അതിന്റെ പ്രൈസ് പറയുന്നുണ്ട്, അത്യാവശ്യം പ്രൈസ് ആയിട്ടുണ്ട്. നമുക്ക് കുറഞ്ഞ രീതിയിലുള്ള റൂംസ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഞാൻ കാരൻസ് എടുത്തിട്ടാണ്, കിയ കാരൻസ് ആയിട്ട്, അതറിയാലോ അത്യാവശ്യം പെട്രോൾ കുടിക്കുന്ന വണ്ടിയാണ്. 1.5 ടാങ്കോളം പെട്രോൾ എനിക്ക് ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം എന്താ പറയുക, ഫുഡിനൊന്നും ഒരു പെശകും കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു 1.5 ടാങ്ക് പെട്രോൾ വരുമ്പോൾ തന്നെ ഒരു 6000 രൂപയുടെ പെട്രോൾ പിടിച്ചോളൂ. ഒരു 6000 രൂപ പെട്രോൾ ആയിട്ടുണ്ടാവും. ഇപ്പൊ ഫുഡ്, ഞാനിപ്പോ റൂമിന്റെ പ്രൈസ് പറയാം, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഫുഡിന് അത്യാവശ്യം ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. ഫുഡിനൊക്കെ അത്യാവശ്യം ഒരു ചെറിയൊരു പിടിത്തൊക്കെ പിടിക്കുകയാണെങ്കിലും അതും നമുക്കൊരു ഒരു 2 ദിവസത്തെ പരിപാടിയല്ലേ, ഒരു 7 രൂപ 8 രൂപയൊക്കെ ഫുഡിന് പിടിക്കേണ്ടി വരും. ഇത്രയും പേരട്ടോ, നമ്മള് 6-7 പേരില്ലേ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു കണക്ക് കിട്ടുമ്പോ നമുക്ക് എല്ലാവർക്കും പോകാനായിട്ട് നല്ലതല്ലേ. ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അതാണ് ഭയങ്കര ഇത്. നിങ്ങൾ കാണട്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പോകുമ്പോ ഞാൻ കൊണ്ടുപോണ്ടേ. ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 5-6 പേരല്ലോ സാറമ്മോടെയൊക്കെ പോയല്ലേ. അങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയൊക്കെ കാണാനുള്ള ആഗ്രഹമൊക്കെ വരും കുറച്ചു കാലം കഴിയുമ്പോൾ, ഉറപ്പായിട്ടും വരും. അപ്പൊ ഇതൊന്ന് കണ്ടിട്ട് വാട്ടോ.
നിങ്ങൾ കേട്ട് കാണുമല്ലോ മിനി ട്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയപ്പ കിടന്ന് പോകുന്നത്. ഇത് നമ്മുടെ എപ്പോഴും ഊട്ടിയിലുണ്ടാവുന്ന ട്രെയിനാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ പിന്നെ ചില സ്ഥലത്ത് നമ്മൾ കാർഡും ഈ UPI അതായത് ഗൂഗിൾ പേ ആയിട്ട് മാത്രം പോകരുത്. കുറച്ച് പൈസ അത് ചേഞ്ച് ആയിട്ട് തന്നെ കയ്യിൽ വെക്കണം. കാരണം ഇവരൊക്കെ പൈസ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന കുറെ കാലന്മാരുണ്ടായിരുന്നു അവിടെ. ചേഞ്ച് പോലും തിരിച്ചു തരത്തില്ല. അതായത് 10 രൂപ പോലും ബാക്കിയില്ല, കറക്റ്റ് പൈസ കൊടുക്കണം എന്നുള്ള നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ട്രെയിനിന്റെ ഒക്കെ അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് അഡൽട്ടിന് 50 രൂപയും കുഞ്ഞിന് അഡൽട്ടിന് 60 രൂപയും കുഞ്ഞിന് 50 രൂപയും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ കുറച്ച് ചേഞ്ച് ഒക്കെ നിങ്ങൾ കരുതുന്ന നല്ലതാണ്. പിള്ളേർക്ക് ഒരു എൻജോയ്മെന്റ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ കുതിരപ്പുറത്ത് കയറുന്ന ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എനിക്ക് ദാടമായി. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇടാൻ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുതിര കണ്ടപ്പോഴേ എനിക്ക് കുതിരപ്പുറത്ത് കയറണം എന്നുള്ളത്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ 1-2 ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചു പിന്നെ മടിയായി അതൊക്കെ തന്നെ ഇട്ടിട്ട് പോയി. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എനിക്ക് അവിടെ ഉള്ളത് ഈ ഊട്ടിയിലും കൊടൈക്കനാലിലും പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ തപ്പിയുള്ള പോക്കാണ്. പിന്നെ അന്നാമ്മയ്ക്ക് വലിയ ടോയ്സ് ഒക്കെ കാണുമ്പോൾ ഉള്ളൊരു ആക്രാന്തം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അവൾക്ക് ആ ഒരു സാധനം കണ്ടോ, ഹെയർ ബാൻഡ് പോലെ വെച്ചാണ് ചെവിയിൽ കാറ്റ് കയറാതിരിക്കും, ഒരു പാവാച്ചിട്ട് പോലെ സൗണ്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ തന്നെ ബോട്ട് ഹൗസിന്റെ അവിടെ തന്നെ ഒരു മലബാർ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ്, വലിയ കുഴപ്പമില്ല, ഒരുപാട് സൗകര്യം ഒന്നും പ്രതീക്ഷിക്കരുത്, വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് കിട്ടി. അപ്പൊ അവരാണ് പറഞ്ഞ ഈ ബൊട്ടാണിക്കൽ ഗാർഡനോ അങ്ങനെ ഒരു ഗാർഡനേക്കാളും നല്ലത് കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഫുള്ള് ഞാൻ വീഡിയോയിൽ എടുക്കണമെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരും. കുറച്ച് കഷ്ണങ്ങളാണ് ഞാൻ ഇതിൽ ചേർത്തേക്കണേ കേട്ടോ. പിന്നെ എന്നെ പോലുള്ള മടിച്ചികൾക്ക് പറ്റിയതല്ലേ ഈ ഗാർഡൻ. കാരണം വേറൊന്നുമില്ല, ഒരുപാട് നടക്കാനുണ്ട്. നടന്നാൽ വെറുതെ ആവത്തില്ല, അതിനുമാത്രം പൂക്കളും. ഈ നമ്മുടെ ഇവിടെ ബൊക്കേക്കൊക്കെ വന്ന ഒരു ഇലയ്ക്കില്ലേ, ഒരു എന്താ പറയാ, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പോലത്തിരിക്കുന്ന ഒരു ഭയങ്കര കരുത്തുള്ള ആ സാധനം കൊണ്ടാണ് ഈ പുല്ലൊക്കെ പല പല ഷേപ്പിലാക്കി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തൂക്കുപാലം ഉണ്ട്. പിന്നെ നമ്മുടെ മൈസൂര് വൃന്ദാവനിൽ പോയവർക്ക് അറിയാം, ഈ മറ്റേ എന്താ പറയാ, ഈ വെള്ളമുള്ള ഡാൻസ് ഒക്കെ ഇല്ലേ, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എന്തോ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുക. അതായത് അടുത്ത വർഷം ചെല്ലുമ്പോഴേക്കും ഇതിലും ഭീകര ലുക്കായിരിക്കും ഇവിടെ.
ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നടന്ന് എന്റെ പൊന്നളിയാ വല്ല ഷോർട്സ് ഇട്ടാണ് ഇങ്ങനെ ഓടിപ്പോയത്. ഒന്നാമത് അറിയാലോ വെൽവെറ്റ് ആണ്, ഈ സാധനവും തൂക്കി പിടിച്ച് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഈ ഷോർട്സും പാൻറ്റൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ വേണ്ടിയിട ഒരു പാവാടയും സാരിയെ കൊടുത്തു പോവാൻ. അങ്ങനത്തെ ഒരു സൈക്കോ ആണ് ഞാൻ. പിന്നെ അവിടെ തൂങ്ങി പിടിച്ച് കുറേ എടുത്തിട്ടുണ്ട്, കുറേ വീഡിയോ എടുത്ത്. പക്ഷെ ഇതിലൊക്കെ ആരും കാണത്തില്ല. ചുമ്മാ ഇത്രയും ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ട് കാണത്തൂല. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളൊരു ഏകദേശം ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് ഇട്ടുന്നുള്ളൂ. ഇവിടെ പാർക്കിങ്ങിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെയും QR കോഡും ഉണ്ട്, ക്യാഷും ഉണ്ട്. അവർ പക്ഷെ ക്യാഷാണ് ആദ്യം ചോദിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെന്താ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് വളവള വർത്താനം പറയട്ടല്ലോ. എൻ്റെ ഈ വളവളവള എന്ന് പറഞ്ഞത് ഒരു വാക്ക് ഭയങ്കര ഇതായി വരുന്നുണ്ടല്ലേ. പിന്നെ എന്തോന്നാ ഇതിന് പറയണത് എനിക്കറിയത്തില്ലടാ. പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ പിള്ളേർക്കില്ലേ നല്ല സ്വാതന്ത്ര്യത്തോടെ, ഈ പുൽത്തകിടിയിലൊന്നും ഇങ്ങനെ അധികം ആൾക്കാർ കയറ്റില്ലല്ലോ. പക്ഷെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ഏകദേശം 1 ഏക്കർ പുൽത്തകിടി കണ്ടിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിള്ളേരൊക്കെ മറ്റേ ഉരുണ്ടും തലകുത്തി മറിഞ്ഞും അന്നാമയൊക്കെ പോയി കിടന്ന്. റോണും ഞാനൊക്കെ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പോയത്. പിന്നെ നല്ല രസമുള്ള മറ്റേ ഈ വഴി കണ്ടുപിടിക്കുക എന്നൊക്കെ പറയില്ലേ, പുല്ലിന്റെ ഇടയിൽ കൂടിയൊക്കെ, അങ്ങനത്തെ കുറച്ച് പരിപാടികളും തൂക്കുപാലവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ.
ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയോടുകൂടിയൊക്കെ നമ്മുടെ വീട്ടിൽ കയറി കേട്ടോ. വീട്ടിൽ കയറിയപ്പോൾ ഫുഡ് ഞാൻ അത്യാവശ്യം നല്ലൊരു ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിന് ഇച്ചിരി അറിയാലോടാ, നമ്മൾ അത്യാവശ്യം ഒരു റൂമാണ് എടുത്തത്, അപ്പോൾ അതിൻ്റെതായ വില ഇച്ചിരി കൂടുതലായിരുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ ഒത്തിരി ബഡ്ജറ്റൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫുഡിന് ഇച്ചിരി റേറ്റ് കൂടുതൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു, വെച്ച് കുറുമ ഉണ്ടായിരുന്നു. നമ്മുടെ ഹിന്ദിക്കാർ പിള്ളേരുള്ളതല്ലേ, അപ്പോൾ അവർക്കും കൂടി ഉള്ളൊരു ഫുഡായിരുന്നു. ഇതാണ് നമ്മുടെ അവിടുത്തെ നേപ്പാളുകാരാണ് ഒരു കുഞ്ഞു ബേബി ഉണ്ട്, 6 മാസമുള്ളൂ. പക്ഷെ അവളെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അവരും യൂസ്ഡ് ആയി തോന്നണം. ഓരോ കുടുംബത്തിനും ജീവിക്കാൻ പെടാപ്പാട് പെടുന്ന പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഉള്ളതാണ് ക്യാമ്പ് ഫയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ വിറക് പറക്കാത്തതിന്റെ പേരിൽ നല്ല വിറകുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറിയ മഴയാണ്. രാത്രി അയ്യോ ഒടുക്കത്ത തണുപ്പാണ് ഗൈസ്. ക്യാമ്പ് ഫയർ 2 ദിവസം സെറ്റാക്കാൻ പോയി. ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആരും പറയാത്തൊരു കാര്യം, ഈ പ്രോപ്പർട്ടിക്ക് 4 ബെഡ്റൂമാണ് ഉള്ളത്. എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ നമുക്ക് തരും, അതിനുള്ള സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഇതിന് ഓഫ് സീസണൊക്കെ ആണെങ്കിൽ ഒരു 5000 രൂപയാണ്. 5000 രൂപയാണ് ഒരു റൂമിന് വരുന്നത്. എക്സ്ട്രാ ബെഡിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സീസണൊക്കെ ആണെങ്കിൽ ഒരു 6000 6500 വരും കേട്ടോ. അപ്പോൾ അതിനുള്ളത് ഉണ്ട് കേട്ടോ. പ്രോപ്പർട്ടിയും നമുക്കിപ്പോൾ ഊട്ടിയിൽ ഒരു സ്ഥലത്തും കറങ്ങിയില്ലെങ്കിലും ഇവിടെ വന്ന് ഒരു ദിവസം താമസിക്കാൻ തോന്നും. അതുപോലെ അയ്യോ കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, മലയും കോടയും പച്ചപ്പും വെയിലൊക്കെ ഇതിൻ്റെ ചുറ്റിനും തന്നെയുണ്ട്. അടിപൊളിയാണ്. എന്താ ഊട്ടി, ഇന്ന് ഊട്ടി നാളെ ചട്ടി എന്നുള്ള വൈബുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പൈസക്കാർക്ക് എന്തോ ആവാലോ എന്നുള്ളൊരു കമൻറ്റ് വേണ്ട. പൈസ ഉണ്ടാക്കിയിട്ടാണെങ്കിലും വരണമെന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം നമ്മൾ ചട്ടി എടുക്കും, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ് കേട്ടോ. പിറ്റേ ദിവസം നല്ല തണുപ്പുണ്ടായിരുന്നു. കോടയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ തിരിച്ചു പോകാനല്ലോ നമുക്ക് വീട്ടിലേക്ക്. മറ്റേ ദോശയും ഇഡ്ഡലിയും ബ്രെഡും ജാമും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ റൂം എടുക്കുമ്പോൾ തന്നെ
ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പാക്കൊക്കെ ചെയ്ത് എല്ലാവരും ഒരു തണുപ്പം മട്ടായിരുന്നു എല്ലാവർക്കും. ഓരോ ട്രാക്ക് പാൻറ്റും ഓരോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇറങ്ങിയത്. കാരണം ഇനിയിപ്പോൾ സ്ലോയിൽ അങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെ നമുക്ക് ടൗണിൽ കയറി കുറച്ച് സാള് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് സ്ലോവിൽ അങ്ങ് ഇറങ്ങാം. രാവിലത്തെ വൈബ് നല്ല രസമുണ്ട് ഈ കോട്ടേജ്. എനിക്ക് ഈ വീഡിയോയിലൊക്കെ എനിക്ക് അത്ര ക്വാളിറ്റിയിൽ എടുക്കാൻ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. റോണപ്പനാണെങ്കിൽ ചെറിയൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പ് അങ്ങോട്ട് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ അവിടെ. ബൈ ബൈ. ബൈ ബൈ ഊട്ടി. ഏത് പഠിക്കണ്ടോ തലയും കുത്തി വീഴാൻ എന്നെ കൊണ്ട് വയ്യ. ഇനിയൊരു വീഴ്ച അയ്യോ. അയ്യോ അങ്ങനെ എല്ലാരും അതൊക്കെ ആയിട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു 11 മണിയായി ടൗൺ വിട്ടപ്പോൾ അത്യാവശ്യം ഒരു നമ്മുടെ എറണാകുളം സിറ്റിയിലുള്ള അത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, കുറച്ചൊരു ബ്ലോക്ക് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ഈ മേട്ടുപ്പാളയം കോയമ്പത്തൂർ റൂട്ടാണ്. അവിടെ വരുമ്പോൾ നല്ലൊരു മലയും ഇതൊക്കെ ഉണ്ട്, കുരങ്ങന്മാർ. നമ്മൾ കുറച്ചിട്ടൊന്നും അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ, അവസാനത്തെ ഫോട്ടോസല്ലേ, തിരിച്ചു പോരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. വലിയൊരു മല കേട്ടോ, വലിയ മല. നമ്മൾ വേറെ റൂട്ടാണോ വന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ റൂട്ടല്ല, അതൊരു തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്, എന്നാൽ വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഊട്ടി ടൗണിലുള്ള ഒരു ബ്ലോക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. എറണാകുളത്ത് ജീവിച്ച് എനിക്ക് ആ ബ്ലോക്കൊന്നും നിസ്സാരം എന്ന് തോന്നിപ്പോയിരുന്നു. പിന്നെ അവിടെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനമൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റേ പാഷൻ ഫ്രൂട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ടൗണിൽ ചെന്നപ്പോഴേക്കും കുറച്ച് കൃത്യമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം, വയറുവേദന, വൊമിറ്റിങ്, പിന്നെ പനി, ജലദോഷം എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും മെഡിസിൻസ് നിങ്ങൾ കയ്യിൽ കരുതണം കേട്ടോ. കാലി പ്ലേറ്റിന് മുന്നിൽ അന്നാമ. ഹോൾഡിങ്ങിലല്ല, സച്ചുവിന് മാത്രം പ്ലേറ്റ് മാത്രം. ബാക്കി ഇവര് ഞാനും പനീർ ബട്ടർ മസാല, ഞാൻ പൊറോട്ടയും, ഞാൻ പൊറോട്ട ബട്ടർ മസാല, റോണപ്പൻ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ, അവൻ മട്ടൻ മസാല, മട്ടൻ ബിരിയാണി. വെയിറ്റ് ചെയ്യുകയാണ്, വന്നിട്ടില്ല. മട്ടൻ ബിരിയാണി എടുത്തിരിക്കുന്നു. പക്ഷെ ഓവറോൾ അടിപൊളി ഫുഡാണ് കേട്ടോ. ഞങ്ങൾ കയറിയിരുന്ന മേട്ടുപ്പാളയം, ഊട്ടിന്ന് നമ്മൾ മേട്ടുപ്പാളയം കയറുമ്പോഴുള്ള ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് ഞാൻ ഇതിൽ കേട്ടോ. ബ്ലാക്ക് ടെൻഡറിൻ്റെ അടുത്ത്. എല്ലാവർക്കും എല്ലാ ഫുഡും നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ആ ഊട്ടിയിൽ നിന്നൊക്കെ മര്യാദക്കുള്ള ഫുഡ് കിട്ടാതെ ഇവിടെ വന്ന് മര്യാദക്കുള്ള ഫുഡ് കഴിച്ച ഒരവസ്ഥ. എല്ലാ ഫുഡും ഉണ്ട് ഇവിടെ. മീൽസും ബിരിയാണിയും ഫ്രൈഡ് റൈസും ഞാനും അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് റോണ്ട കൂട്ടുകാർ ഹിന്ദിക്കാർ പിള്ളേരാണ്. പക്ഷെ അവർക്ക് പനീർ ബട്ടർ മസാല, ഞാൻ അതൊക്കെയായിരുന്നു. ഹോം മെയ്ഡ് TN43 മേട്ടുപ്പാളയം. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. എല്ലാ തരം ഫുഡും ഉണ്ട്. മറ്റേ ഐസ്ക്രീം നമ്മൾ ആ ഊട്ടിയിൽ നിന്നൊക്കെ മര്യാദക്കുള്ള ഭക്ഷണം കഴിക്കാതെ വന്നിട്ടേ നന്നായിട്ട് സമയം എടുത്ത് ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇങ്ങനെയുള്ള മെഡിസിൻസും അത്യാവശ്യ സാധനങ്ങൾ കിട്ടാൻ ഊട്ടി ടൗണിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി കറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് തന്നെ കിട്ടിയത്. കാരണം ഇവിടെ അങ്ങനെ ആർക്കും അങ്ങനെ രോഗങ്ങൾ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കേട്ടോ. പിന്നെ വീട് പണിയുന്നവര്, വീട്ടു സാധനങ്ങൾ ഒരുമിച്ചെടുക്കാവുന്നൊരു കോയമ്പത്തൂർ മാർക്കറ്റ്. എൻ്റെ പൊന്നു മക്കളെ, റോണൊക്കെ ഇട്ട ഷോർട്സിനൊക്കെ 100 രൂപയുള്ളൂ. പിന്നെ നമ്മുടെ പിള്ളേരുടെ ലഞ്ച് ബാഗൊക്കെ ഇല്ല, അതിന് 50 രൂപ. ഇവിടെയൊക്കെ 10, 400, 500 രൂപ. പിന്നെ മറ്റേ ഫാൻ, കുക്കർ, പിന്നെ നമ്മുടെ ഹോം തിയേറ്റർ. അയ്യോ, കരഞ്ഞ് ഞാൻ പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ള, വണ്ടിയിലാണെങ്കിൽ സ്ഥലവും ഇല്ല.
ഇത്രയധികം സാധനങ്ങൾ കോയമ്പത്തൂർ മാർക്കറ്റ് ഞാൻ കേട്ടിട്ടുള്ളെങ്കിലും ഞാൻ ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് വണ്ടി കയറ്റിയത്. നമ്മുടെ ബ്രോഡ്വേ പോലെ തന്നെ ഏകദേശം തോന്നിക്കും. എന്നാൽ വണ്ടി എടുക്കാൻ പറ്റും, പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ കെട്ടിവെച്ചെങ്കിലും കൊണ്ടുവന്നേ. അത്രയും ഗംഭീര വിലക്കുറവ് എന്ന് പറഞ്ഞാൽ ഗംഭീര വിലക്കുറവ്. ഈ ജീൻസിനൊക്കെ 200 രൂപയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടടാ. എന്ത് ഡെയിലി വെയറിനൊക്കെ ഉപയോഗിച്ചുകൂടെ നമുക്ക്. പിന്നെ അതുപോലെ വീട്ടിലേക്കുള്ള ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഈ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ എന്തൊരു നിസാര വിലക്കാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആകെ കരഞ്ഞ് പിഴിഞ്ഞ്, വേറൊന്നും കൊണ്ടല്ല, കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ ഏകദേശം നമ്മുടെ വീട് പണിത ഇപ്പോ 1-2 ലക്ഷം രൂപയുടെ ലാഭമുണ്ട്. അത്രയും സാധനങ്ങൾ. പിന്നെ നമ്മുടെ ലഗേജ് ബാഗൊക്കെ ഇല്ലേ, വലിയ ബാഗ് നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോ കണ്ടിട്ടില്ലേ, വലിയ ബാഗൊക്കെ, അതിനൊക്കെ 300 ഉള്ളൂ. 1500 1800 വാങ്ങിച്ച ബാഗുകൾ വെറും 300 രൂപയൊക്കെ അവിടെ ഇട്ടിരിക്കുക. കുറേ സാധനങ്ങൾ, ഒട്ടനവധി സാധനങ്ങളുണ്ട്. പറ്റുന്നവരൊക്കെ ഈ പറഞ്ഞവരെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടൊക്കെ വേണോട്ടോ. അല്ലാതെ ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമല്ല, വീട്ടിലുള്ള പാത്രങ്ങൾക്കൊക്കെ എന്തൊരു വിലക്കുറവാണ്. നമ്മൾ ഈ ഓൺലൈനിലാണ് ഏറ്റവും വിലക്കുറവ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്ക് ഈ മാർക്കറ്റിൽ കയറിയപ്പോൾ മാറി കിട്ടിയട്ടോ. നമ്മുടെ കിയ കാരൻസിന്റെ മറ്റേ ഡാഷ് ക്യാമ്പ് വെച്ചിട്ടില്ലേ, അതിലാണ് ഇതെടുത്തത്. കാരണം എല്ലാവരും പൊടിച്ച് വിലകളൊക്കെ വായിച്ച് പോവുക. കാരണം ആർക്ക് വീഡിയോ എടുക്കാൻ നേരമുള്ള. അതേപോലെ പിന്നെ ഉണ്ടല്ലോടോ മറ്റേ സാധനമൊക്കെ ഇല്ലേ, നമ്മൾ ഈ അലക്സ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. ബാക്കില് ഫുള്ള് ഹൗസ്ഫുള്ളാണ്. കോയമ്പത്തൂർ റോട്ട് നല്ല ലാഭമുണ്ട്. കുറേ സാധനം നമ്മള് വണ്ടി ഫില്ലായതുകൊണ്ട് കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയില്ല. വലിയൊരു വലിയൊരു സ്റ്റാൻഡാണ്, കുറെ കൊത്തുമണികളൊക്കെ ഉള്ളത്. റോണപ്പനാണ് വണ്ടി ഓടിക്കുന്നത്. കൊരക്കൊന്നുണ്ട്, കൊര. നമ്മൾ രാവിലെ ഒരു 11 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ടല്ലോ, രാത്രി ഒരു 10 മണിയാണ് വീട്ടിലെത്തിയപ്പോ. കാരണം നമ്മള് അവിടെ നിന്ന് വെളുപ്പിനൊന്നും അല്ല പോകുന്നത്. അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളും കോയമ്പത്തൂർ മുതൽ അത്യാവശ്യം നല്ല ട്രാഫിക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അഭിമാനം തോന്നിപ്പോയി നമ്മുടെ KSRTCനോട്. എന്തൊരു മര്യാദക്കാരാണ് നമ്മുടെ KSRTC ഒക്കെ. തമിഴ്നാട്ടിലുണ്ടല്ലോ, എന്റെ പൊന്നോ, ഒറ്റടിക്ക് കൊന്നളയാൻ തോന്നി. വല്ല തമിഴില് തെറി പഠിച്ചിട്ട് വേണം എനിക്ക് ഇനി ഒന്നും കൂടി ഊട്ടി പോകണം. കാരണം അതിന് മാത്രം തെറി വിളിച്ചിട്ട് അവന്മാർക്ക് ഒട്ടും മനസ്സിലാവണില്ല. ഓട്ടോറിക്ഷക്കാരൊക്കെ പുണ്യാളന്മാര്. കാരണം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ശരിക്കും മനസ്സിലായത് എത്രയോ നല്ല മനുഷ്യരാണ് നമ്മുടെ ഓട്ടോറിക്ഷക്കാര്, KSRTC. എന്റെ പൊന്നോ, തമിഴ്നാട്ടിലുണ്ടല്ലോ, എനിക്ക് നാട്ടിൽ വന്നപ്പോ ഈ TN രജിസ്ട്രേഷൻ ഉള്ളവരെയൊക്കെ വണ്ടി ഇടിച്ചു കൊല്ലാനാ തോന്നിയത്. കാരണം അതുപോലെ വൃത്തികെട്ടവന്മാര്. ഉള്ള കാര്യം പറയാട്ടോ, 1-2 പേര്, ഞാൻ ഉള്ള എന്റെ അനുഭവമാണ്, 1-2 പേര് മാത്രമേ മര്യാദക്കാരുള്ളൂ ഈ ഡ്രൈവേഴ്സ്, വണ്ടി ഓടിക്കുന്നവരൊക്കെ. എന്റെ പൊന്നോ, അവിടുത്തെ KSRTCക്കാരൊക്കെ ഉണ്ടല്ലോ, ഫോണൊക്കെ ചെയ്ത് സിഗരറ്റൊക്കെ വലിച്ച് കറക്കിച്ചു തുപ്പി നമ്മുടെ മേത്തോട്ടാണ് വണ്ടിയും കൊണ്ടുവന്നത്. അവർ ഒരു രീതിയിലും സ്ഥലം ഉണ്ടെങ്കിലും ഒതുങ്ങി തരില്ല. നമ്മൾ ഏതെങ്കിലും കാട്ടിലോട്ടും പോയിക്കോളാം. നമ്മൾ കൊക്കയിൽ വീണ് ചത്താലും കുഴപ്പമില്ലെന്ന രീതിയിൽ നിറഞ്ഞ് കവിഞ്ഞാണ്. ഓട്ടോറിക്ഷക്കാരൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത്. എന്റെ പൊന്നോ, നമ്മുടെ കേരളത്തിലുള്ള KSRTC ഒക്കെ മുത്തുമണികൾ. ഇന്ന് മുതൽ എനിക്ക് അവരൊക്കെ മുത്താണ്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷക്കാര്. കണ്ടുകൂടായിരുന്നു എനിക്ക് ഓട്ടോറിക്ഷക്കാരെ. കാരണം മിക്ക ആക്സിഡന്റും എന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്ടോറിക്ഷക്കാരാണ്. പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഓട്ടോറിക്ഷക്കാരൊക്കെ ഉണ്ടല്ലോ, ചങ്കാണ് ഇനി ചങ്ക്. ഞങ്ങള് രാത്രി അങ്ങനെ വലിയ ടയേർഡായിട്ടൊന്നും അല്ലട്ടോ, നമ്മൾ റിലാക്സ് ചെയ്ത് റോണപ്പന് ഒരുപാട് നേരം വണ്ടി ഓടിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അവനില് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ അവൻ വണ്ടി ഓടിക്കട്ടെ, ഞാൻ അവന് പറഞ്ഞു കൊടുക്കണത്, വണ്ടി ഇടിച്ചോട്ടെ, കുഴപ്പമില്ല, വണ്ടിക്ക് എന്ത് വേണമെങ്കിലും പറ്റിക്കോട്ടെ, പക്ഷെ ആളുകൾക്കൊന്നും പറ്റാതെ ശ്രദ്ധിക്കണം. കാരണം ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് അതിന് പകരം വെക്കാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എടുത്ത കുറേ ഫോട്ടോസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണ്ട കേട്ടോ, ഒന്ന് കണ്ടിട്ട് പോണേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.